+2 ഫിസിക്സിൽ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ബ്രാഞ്ചും ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന ബ്രാഞ്ചുമാണ്. നിശ്ചലമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ചാർജുകളുടെ സവിശേഷ സ്വഭാവങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ചാർജുകൾ ഒഴുകാൻ തുടങ്ങിയാൽ അതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന ശാസ്ത്രശാഖയുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ബ്രാഞ്ചിൻ്റെ താഴെ വരുന്ന 2 ചാപ്റ്റേഴ്സാണ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന ബ്രാഞ്ചിൻ്റെ താഴെ വരുന്ന ചാപ്റ്റേഴ്സാണ് കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട്, മാഗ്നറ്റിസം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ നമുക്കിന്ന് ഒന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ് പഠിക്കാം. നമുക്കറിയാം പ്രധാനമായി 2 ടൈപ്പ് ചാർജസ് ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജും പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജുമാണ് ഉള്ളത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന സയൻറ്റിസ്റ്റാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന നാമകരണം ചാർജസിന് നൽകിയത്. അടുത്തതായി ഒരു ബോഡിക്ക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന ഒരു ഉപകരണത്തെ പറ്റി പഠിക്കാം. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്നാണ് ഈ ഉപകരണത്തിൻ്റെ പേര്. ഇതിൻ്റെ മെയിൻ പാർട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മെറ്റാലിക് നോബ്, അതിൻ്റെ ടോപ്പിൽ, ഉപകരണത്തിൻ്റെ ടോപ്പിൽ ആ മെറ്റാലിക് നോബാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ നോബിൽ നിന്ന് താഴേക്ക് ഒരു മെറ്റാലിക് റോഡുണ്ട്. ഈ മെറ്റാലിക് റോഡിൻ്റെ എൻഡിൽ 2 ഗോൾഡ് ലീഫുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഏത് ബോഡിയുടെയാണോ ചാർജ് മനസ്സിലാക്കാനുള്ളത് ആ ബോഡി, ആ ചാർജുള്ള ബോഡി ഈ മെറ്റാലിക് നോബിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ചാർജുള്ള ബോഡിയിൽ നിന്ന് ചാർജ് ഈ നോബ് വഴി ആ മെറ്റാലിക് റോഡിലൂടെ താഴേക്ക് എത്തി ആ 2 ഗോൾഡ് ലീഫിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 ഗോൾഡ് ലീഫിലേക്ക് ചാർജ് എത്തുക, ഈ പോസിറ്റീവ് ചാർജാണ് വരുന്നതെങ്കിൽ 2 ലീഫിലും പോസിറ്റീവ് ചാർജ് എത്തുന്നു. ആ 2 ലീഫിലേക്ക് ചേരുന്ന പോസിറ്റീവ് ചാർജസ് റിപ്പൽ ചെയ്യുന്നു. അതിൻ്റെ ഫലമായി ഈ 2 ലീഫുകളും അകലുന്നു. ചാർജിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ ലീഫുകൾ തമ്മിലുള്ള അകൽച്ച കൂടുകയാണ്. അങ്ങനെ ആ ഡിഗ്രി ഓഫ് ഡൈവർജൻസ് നോക്കിയാൽ നമുക്ക് ആ ബോഡിക്ക് എന്തുമാത്രം ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് ചാർജ് ഇല്ലാത്ത ഒരു ന്യൂട്രൽ ബോഡിയാണ് നമ്മൾ ആ നോബിലേക്ക് ടച്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫ്ലോ ചെയ്യാനായിട്ട് ചാർജ് ഒന്നുമില്ല. അതിൻ്റെ ഫലമായിട്ട് ആ 2 ലീഫിലേക്കും ചാർജ് എത്തുന്നില്ല. അപ്പോൾ ആ 2 ലീഫും ഒട്ടിച്ചേർന്ന് തന്നെ നിൽക്കുന്നു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടക്ടേഴ്സ് എന്താണ്? ഇലക്ട്രിസിറ്റി എളുപ്പത്തിൽ കടത്തിവിടുന്ന സബ്സ്റ്റൻസ് ആണ് കണ്ടക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ മെറ്റൽസ്. ഇൻസുലേറ്റേഴ്സോ ഇലക്ട്രിസിറ്റി കടത്തിവിടാത്ത സബ്സ്റ്റൻസ് ആണ് ഇൻസുലേറ്റേഴ്സ്. എക്സാമ്പിൾ വുഡ്. എർത്തിങ് ഓർ ഗ്രൗണ്ടിങ്, അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? എർത്തിങ് എന്താ? ഒരു ബോഡിയിൽ നിന്ന് ചാർജ് റിമൂവ് ചെയ്യുന്ന പ്രക്രിയയാണ് എർത്തിങ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ചാർജ്ഡ് ബോഡിയിലേക്ക് ഒരു കണ്ടക്റ്റിംഗ് വയർ കണക്ട് ചെയ്യുക. ആ വയർ എർത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട്
ആ ബോഡിയിലെ ചാർജ് എർത്തിലേക്ക് ഫ്ലോ ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു ബോഡിയെ ഏതൊക്കെ രീതിയിൽ ചാർജിങ് നടത്താമെന്ന് നമുക്ക് നോക്കാം. 3 രീതിയിൽ നമുക്ക് ഒരു ബോഡിക്ക് ചാർജ് കൊടുക്കാം. 1 ചാർജിങ് ബൈ ഫ്രിക്ഷൻ, 2 ചാർജിങ് ബൈ കണ്ടക്ഷൻ, 3 ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അതിൽ ആദ്യമായിട്ട് നമുക്ക് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അനുയോജ്യമായ 2 വ്യത്യസ്ത വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഘർഷണഫലമായി രൂപപ്പെടുന്ന ഊർജം ഉപയോഗിച്ച് ഇലക്ട്രോണുകൾ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഏത് വസ്തുവിനാണോ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് അതിന് പോസിറ്റീവ് ചാർജും, ഏത് വസ്തുവിനാണോ ഇലക്ട്രോൺ ലഭിച്ചത് അതിന് നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു. ഘർഷണം വഴി നടപ്പാവുന്ന ഇത്തരം ഇലക്ട്രിഫിക്കേഷന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ. ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് റോഡ് ഒരു സിൽക്കും തമ്മിൽ ഉരസിയാൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു. അതായത് ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോൺസ് സിൽക്കിലേക്ക് മാറ്റപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് ഗ്ലാസ് റോഡ് പോസിറ്റീവും സിൽക്ക് നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ട് മാറുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രൈ ഹെയറിൽ ഒരു കോമ്പ് ഉപയോഗിച്ച് ഉരസിക്കഴിഞ്ഞാൽ ഡ്രൈ ഹെയർ പോസിറ്റീവ് ചാർജ് ഉള്ളതായിട്ടും കോമ്പ് നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ടും മാറുന്നു. ഇനി ഈ കോമ്പ് നമ്മൾ ചെറിയ പേപ്പർ പീസിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ പീസസിനെ ഈ കോമ്പിന് ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് മനസ്സിലാക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ചാർജിങ് വഴി വസ്തുക്കളുടെ മാസിന് മാറ്റം സംഭവിക്കുമോ? ചാർജിങ് വഴി വസ്തുക്കളുടെ മാസിന് മാറ്റം സംഭവിക്കുമോ? സംഭവിക്കും. ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് വഴി ചെറിയൊരു മാറ്റം മാസിന് സംഭവിക്കുന്നുണ്ട്. ഏത് വസ്തുവിനാണോ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് അതിൻ്റെ മാസ് കുറയുന്നു. ഏത് വസ്തുവിനാണോ ഇലക്ട്രോൺ ലഭിച്ചത് അതിന് മാസ് കൂടുന്നു. ഇലക്ട്രോണിന്റെ മാസ് എത്രയാണെന്ന് അറിയാലോ? എത്രയാ? 9.1 × 10⁻³ കിലോഗ്രാം. വേറൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, പെട്ടെന്ന് കത്തുപിടിക്കുന്ന വസ്തുക്കൾ, അതായത് ഹൈലി ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ ഒരു ലോഹ ചങ്ങല തൂക്കിയിട്ടിരിക്കുന്നത് കാണാറുണ്ട്. അതെന്തിനാണ്? ഇത്തരം വാഹനങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നത് വഴി വായുവുമായുള്ള ഘർഷണം മൂലം ഒരുപാട് ചാർജുകൾ അവരുടെ ബോഡിയിൽ രൂപപ്പെടുന്നു. ഇത്തരം ചാർജ് ശേഖരണം ഇലക്ട്രിക് ഡിസ്ചാർജിന് കാരണമാകും. അതുമൂലം ഉണ്ടാവുന്ന സ്പാർക്ക് വസ്തുക്കൾ കത്തുപിടിക്കുന്നതിനും സ്ഫോടനത്തിനും കാരണമാകാം. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന ചാർജ് അപ്പോൾ തന്നെ ഭൂമിയിലേക്ക് പോകുന്നതിന് ആ ലോഹച്ചങ്ങല സഹായിക്കുന്നു. ഇനി വേറൊരു ചോദ്യം വരുന്ന, വിമാനങ്ങളുടെ ടയറുകൾ സാധാരണ ചെറുതായി വൈദ്യുതി കടത്തിവിടുന്ന തരത്തിലാണ് നിർമ്മിക്കാറ്. അതെന്തിനായിരിക്കും? റൺവേയുമായുള്ള അമിത ഘർഷണം വഴി ടയറുകളിൽ ധാരാളം ചാർജുകൾ ശേഖരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുമൂലമുണ്ടാകുന്ന സ്ഫോടനം ഒഴിവാക്കാൻ രൂപപ്പെടുന്ന ചാർജുകൾ അപ്പോൾ തന്നെ ഭൂമിയിലേക്ക് ഒഴുകുന്നതിന് വേണ്ടിയിട്ടാണ് വിമാനങ്ങളുടെ ടയറുകൾ ചെറിയ തോതിൽ കണ്ടക്റ്റിംഗ് ആക്കുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ, നനവുള്ള തലമുടിയിൽ ചീപ്പ് കൊണ്ട് ചെയ്യുമ്പോൾ ചീപ്പിന് ചെറിയ പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കാനുള്ള കഴിവ് ലഭിക്കുന്നില്ല.
എന്തുകൊണ്ടായിരിക്കും? നനവുള്ള തലമുടിയിൽ ചീപ്പ് ഉരസുമ്പോൾ ചാർജുകൾ രൂപപ്പെടുന്നതിന് തക്കതായ ഘർഷണം ഉണ്ടാവുകയില്ല. അതിനു പുറമെ നനവിലൂടെ ചാർജുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതായത് ഇവിടെ സ്റ്റാറ്റിക് ചാർജ് രൂപപ്പെടുന്നില്ല. അടുത്തതായി നമുക്ക് കണ്ടക്ഷൻ വഴി എങ്ങനെ ചാർജ് ലഭിക്കുന്നു നോക്കാം. ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജ് ഉള്ള ഒരു വസ്തുവുമായി ആക്ച്വൽ കോണ്ടാക്ട് വഴി, യഥാർത്ഥ സമ്പർക്കം വഴി മെറ്റൽസിന് ചാർജ് ലഭിക്കുന്ന രീതിയാണ് കണ്ടക്ഷൻ. ചാർജ് ഉള്ള വസ്തുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ന്യൂട്രൽ ബോഡിയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും, ചാർജ് ഒഴുകും. എത്ര നേരം ആ ചാർജ് ഒഴുകും? രണ്ട് ബോഡിക്കും സെയിം പൊട്ടൻഷ്യൽ ആവുന്നത് വരെ ചാർജിന്റെ ഫ്ലോ തുടരും. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, കണ്ടക്ഷൻ വഴി നമുക്ക് അതേ ടൈപ്പ് ചാർജുള്ള ബോഡിയെയാണ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ അല്ലാതെ, വിതൗട്ട് ആക്ച്വൽ കോണ്ടാക്ട്, ഒരു മെറ്റാലിക് ബോഡിയെ എങ്ങനെ ചാർജ് ഉള്ളതാക്കി മാറ്റാം? അതിനുള്ള വഴിയാണ് ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ വഴി ചാർജ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് മെറ്റാലിക് ബോൾസ്, സ്ഫിയേഴ്സ് എ ആൻഡ് ബി, ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡിയെ കൊണ്ടുവരികയാണ്. ഉറപ്പായിട്ടും എ എന്ന ബോഡിയുടെ അരികിലേക്ക് രണ്ട് ബോഡീസിലുമുള്ള നെഗറ്റീവ് ചാർജസുകൾ ഓടി വരും. അതായത് അവിടെ അട്രാക്ഷൻ നടക്കുകയാണ്. പോസിറ്റീവ് ചാർജസുകൾ റിപ്പൽ ചെയ്ത് ദൂരെ ബി എന്ന് പറയുന്ന സ്ഫിയറിന്റെ അറ്റത്തേക്ക് മാറുന്നു. ഇനി ഈ രണ്ട് ബോഡീസും നമ്മൾ വെൽ സെപ്പറേറ്റഡ് ആക്കി കഴിഞ്ഞാൽ എ എന്നുള്ള ബോഡിയിൽ നെഗറ്റീവ് ചാർജസും ബി എന്ന് പറയുന്ന ബോഡിയിൽ പോസിറ്റീവ് ചാർജസും. ബി എന്ന് പറയുന്ന ബോഡി നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ചാർജസ് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കും. ആ പോസിറ്റീവ് ചാർജുള്ള ആ കണ്ടക്ടറിനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ എ എന്നുള്ള ബോഡിക്ക് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻഡക്ഷൻ വഴി ഓപ്പോസിറ്റ് ചാർജുള്ള ബോഡിയാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. പോസിറ്റീവ് ചാർജുള്ള ബോഡി കൊണ്ടുവന്നാൽ നമുക്ക് നെഗറ്റീവ് ചാർജുള്ള ബോഡി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 3 രീതിയിലുള്ള ചാർജിങ്ങിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. ഫ്രിക്ഷൻ വഴി നമുക്ക് ഒരേ സമയം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുള്ള ബോഡീസിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കണ്ടക്ഷൻ വഴി നമുക്ക് ഒരു സമയത്ത് ഒരു തരം ചാർജുള്ള ബോഡി ഉണ്ടാക്കാനേ സാധിക്കുകയുള്ളൂ. ഇൻഡക്ഷൻ വഴി നമുക്ക് ഓപ്പോസിറ്റ് ചാർജുള്ള ബോഡി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചാർജസിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതിൽ പ്രധാനമായിട്ട് നമുക്ക് 6 പ്രോപ്പർട്ടീസാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രോപ്പർട്ടിയാണ്. എത്ര ടൈപ്പ് ചാർജസ് ഉണ്ട്? 2 ടൈപ്പ് ചാർജസ് ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, നമുക്കറിയാം ലൈക്ക് ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. അടുത്തത് മൂന്നാമത്തെ പ്രോപ്പർട്ടി, ചാർജസ് ആർ അഡിറ്റീവ്. ചാർജ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്നറിയാലോ. സാധാരണ അക്കങ്ങൾ കൂട്ടുന്നത് പോലെ നമുക്ക് ചാർജസിനെയും
കൂട്ടാം. ഈ പ്രോപ്പർട്ടിയാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി. ഇപ്പോൾ നമുക്ക് ചാർജസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് Q1, Q2, Q3 എന്ന സിമ്പിൾസ് യൂസ് ചെയ്താൽ ടോട്ടൽ ചാർജിനെ, മൊത്തം ചാർജിനെ Q ഈക്വൽസ് Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. അപ്പോൾ ഒരു ബോഡിക്ക് 2 കൂളം ചാർജ് ഉണ്ടായെന്ന് വിചാരിക്കുക. 3 കൂളം ചാർജും കൂടി അതിന് കൊടുത്തു എങ്കിൽ അതിൻ്റെ ടോട്ടൽ ചാർജ് എത്രയായിട്ട് മാറും? 2 കൂളം പ്ലസ് 3 കൂളം, ദാറ്റ് ഈസ് 5 കൂളം. നേരെ മറിച്ച് ഒരു ബോഡിക്ക് -5 കൂളം ചാർജ് ഉണ്ടായിരുന്നു, വീണ്ടും ഒരു -10 കൂളം ചാർജ് കൊടുത്തെങ്കിൽ അതിന് കിട്ടിയ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് -5 പ്ലസ് -10, ദാറ്റ് ഈസ് -15 കൂളം. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. According to quantization of electric charge, total charge of a body is an integral multiple of electronic charge. അതായത് ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന നമുക്കൊരു സംഖ്യ കൊണ്ട്, അതായത് 1, 2, 3, 4 അങ്ങനെ സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാ? 1.6 ഇൻറ്റു 10⁻⁻19 കൂളം. അപ്പോൾ ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് Q ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് NE, where N equals 1, 2, 3 etc. and E equals 1.6 into 10⁻⁻19 കൂളം. ഈ ലോകത്ത് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ചാർജാണ് ഇലക്ട്രോണിന്റെ ചാർജ്. അതിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ E കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്, വിഘടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതിനാൽ ഇലക്ട്രോണിന്റെ ചാർജ് അടിസ്ഥാന ചാർജായിട്ട് കരുതപ്പെടുന്നു. ഈ ഇലക്ട്രോൺ കൈമാറ്റം വഴിയാണ് പദാർത്ഥങ്ങൾക്ക് ചാർജുകൾ കൈവരുന്നത്. അതുകൊണ്ട് പദാർത്ഥത്തിലുണ്ടാവുന്ന മൊത്തം ചാർജ് എന്നത് ഇലക്ട്രോണിക് ചാർജിന്റെ നമ്പർ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഓർക്കണേ. Q ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് NE. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഒരു കൂളം ചാർജ് ഉണ്ടാകുവാൻ എത്ര ഇലക്ട്രോൺ വേണം? അപ്പോൾ Q ഈക്വൽസ് 1 കൂളം, N ഈക്വൽസ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ Q ഈക്വൽസ് NE, therefore N ഈക്വൽസ് Q by E ഈക്വൽസ് 1 കൂളം ഡിവൈഡഡ് ബൈ 1.6 into 10⁻⁻19 കൂളം ഈക്വൽസ് 6.25 into 10⁻25. അടുത്ത ക്വസ്റ്റ്യൻ, 2.8 into 10⁻⁻19 കൂളം എന്ന ചാർജ് ലോകത്ത് നിലനിൽക്കുമോ, എക്സിസ്റ്റ് ചെയ്യുമോ? 2.8 into 10⁻⁻19 കൂളം. Here N equals Q by E, that is 2.8 into 10⁻⁸18 കൂളം divided by 1.6 into 10⁻⁻19 കൂളം equals 4.75. അപ്പോൾ 4.75 എന്നതൊരു പൂർണ്ണസംഖ്യയല്ല. അപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന നിയമം ഇവിടെ പാലിക്കപ്പെടുന്നില്ല. അത് കാരണം ഈ ചാർജ് ലോകത്തിൽ നിലനിൽക്കുന്നില്ല. അടുത്ത പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ ഓഫ് ചാർജ്. അതനുസരിച്ച് ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ചാർജുകളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമുക്ക് നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ നിർമ്മിക്കുവാനോ സാധിക്കുകയില്ല. ഏതൊരു സബ്സ്റ്റൻസിലെയും ടോട്ടൽ ചാർജിന് ഒരു മാറ്റവും ഉണ്ടായിരിക്കുകയില്ല.
അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള പോയിന്റാണ്, പ്രോപ്പർട്ടിയാണ് ചാർജ് ഈസ് ഇൻവേരിയൻറ്റ്. അതായത് വസ്തുക്കളുടെ വേഗതയ്ക്കനുസരിച്ച്, വെലോസിറ്റി മാറുന്നതനുസരിച്ച് ചാർജുകൾക്ക് മാറ്റമുണ്ടാവുകയില്ല. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഐൻസ്റ്റീൻ്റെ തിയറി അനുസരിച്ച് വെലോസിറ്റി മാറുന്നതനുസരിച്ച് മാസിൽ വേരിയേഷൻ വരുന്നതായിട്ട്. പക്ഷേ വെലോസിറ്റി മാറുന്നതനുസരിച്ച് ചാർജിൽ മാറ്റം വരുന്നില്ല. ചാർജ് ഈസ് ഇൻവേരിയൻറ്റ്. അപ്പോൾ ഏതൊക്കെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു? ഒന്ന്, 2 ടൈപ്സ് ഓഫ് ചാർജസ് ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. 2, ലൈക്ക് ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. 3, അഡിറ്റീവ് പ്രോപ്പർട്ടി കാണിക്കും ചാർജ്. 4, ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. 5, ചാർജ് ഈസ് കൺസർവ്ഡ്. ആൻഡ് 6, ചാർജ് ഈസ് ഇൻവേരിയൻറ്റ്.